സെക്കൻഡ് സെമസ്റ്റർ എംകോം വിദ്യാർത്ഥികൾക്ക് സ്ട്രാറ്റജിക് കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന പേപ്പറിൽ 2024 ചോദിച്ചിട്ടുള്ള 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്ട്രാറ്റജിക് കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ക്ലാസ്സുകൾ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിന്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ ക്ലാസ്സുകളൊക്കെ വാച്ച് ചെയ്യുക. അതേപോലെ 2023 2022 ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകളൊക്കെ വാച്ച് ചെയ്യുക. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്: MS കമ്പനി ലിമിറ്റഡ് ഈസ് എ ലീഡിംഗ് മാനുഫാക്ചറർ ഓഫ് എ സർട്ടൻ കൺസ്യൂമർ ഡ്യൂറബിൾ പ്രോഡക്റ്റ്. ദി കമ്പനി ഹാസ് ടു ഡിവിഷൻ, എഞ്ചിനീയറിംഗ് ആൻഡ് അസംബ്ലി. The output of the engineering division is transferred to the assembly division for further processing and assembling before being sold to the customer as complete product. Verification of the company's records reveal that the variable cost per unit the product for engineering and assembly are rupees 250 and 300 respectively. The fixed cost of engineering division is rupees 15,000 and that of the assembly division is rupees 10,000. The product variable cost per unit of engineering division is rupees 400 and the total output is 100 units which are sold to customer on completion of rupees 2,000 per unit. If the engineering division decide to charge its transfer to assembly division at a cost plus 150%, what will be overall profit and the profit of its two division എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ രണ്ട് ഡിവിഷൻ ആണ് വരുന്നത്. അതായത് ഏതൊക്കെയാണ്? എഞ്ചിനീയറിംഗ് ഡിവിഷനും അതേപോലെ അസംബ്ലിംഗ് ഡിവിഷനുമാണ്. അപ്പൊ ഇതിനെങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാമെന്നുള്ളത് ജസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള ഒരു ടേബിള് ആദ്യം നമ്മൾ വരക്കണം. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഐറ്റംസ് ഓഫ് എക്സ്പെൻസ് ആൻഡ് റവന്യൂ ഡിവിഷൻസ്, രണ്ട് ഡിവിഷൻസ് ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നത്. എഞ്ചിനീയറിംഗ് അസംബ്ലി, അങ്ങനെയാണ് രണ്ട് കോളംസ് അങ്ങനെ കൊടുത്തത്. അതേപോലെ തന്നെ നമ്മൾ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ. അതായത് ടോട്ടൽ എക്സ്പെൻസും ടോട്ടൽ റവന്യൂവും വെച്ചുകൊണ്ട് നമ്മൾ ടോട്ടൽ ഇൻകം അവസാനം കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് ഓപ്പറേറ്റിംഗ് ഇൻകം എന്നുള്ള രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ റവന്യൂവും അതേപോലെ എക്സ്പെൻസും ആണ് വരുന്നത്. അപ്പൊ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ റവന്യൂ കാണിക്കുന്നു, സെക്കൻഡ് പാർട്ടിൽ എക്സ്പെൻസ് കാണിക്കുന്നു. ഓക്കെ, ഇതേ രീതിയിലാണ് ജസ്റ്റ് നമ്മൾ കാണിച്ചത്. അപ്പൊ ഇവിടെ എഞ്ചിനീയറിംഗിന്റെ റവന്യൂ കാണിക്കണമെങ്കിൽ 150% ഓഫ് കോസ്റ്റ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് അവസാനം if the engineering divisions decide to charge its transfer to assembly division at a cost plus 150% ആണ്. അപ്പൊ 150% എന്ത് ചെയ്യുന്നു? ഇതിന്റെ കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, അതിന്റെ റവന്യൂ എന്ന് പറയുന്നത്, അതായത് എഞ്ചിനീയറിംഗ് ഡിവിഷൻ അസംബ്ലി ഡിവിഷനിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഇൻകം ആണ് ഇവിടെ 150% ഇതിന്റെ ടോട്ടൽ എക്സ്പെൻസിന്റെ. അപ്പൊ ടോട്ടൽ എക്സ്പെൻസ് എഴുതിയാൽ മാത്രമേ നമുക്ക് അതിന്റെ 150% കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പൊ അത് ആ സമയത്ത് കൊടുക്കാം. ഇനി എക്സ്പെൻസ് കൊടുക്കുന്നത് പ്രൊഡക്റ്റ് വാരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞു കൊടുത്തത്. ഇപ്പൊ എഞ്ചിനീയറിംഗിന്റെ കേസ് ആണെങ്കിൽ നിങ്ങളെ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് ദി പ്രൊഡക്റ്റ് ഓഫ് വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് എഞ്ചിനീയറിംഗ് ഡിവിഷൻ ഈസ് 400. ഓക്കെ, അപ്പൊ ഇവിടെ പെർ യൂണിറ്റ് എത്രയാണ്? 400 ആണ് വരുന്നത്. 400 ഇൻറ്റു എത്ര യൂണിറ്റ് ആണ്? ടോട്ടൽ ഔട്ട്പുട്ട് വരുന്നത് 100 യൂണിറ്റ് ആണ് ടോട്ടൽ ഔട്ട്പുട്ട് വരുന്നത്. അപ്പൊ നമ്മൾ 400 ഇൻറ്റു എന്ത് കാണുന്നു? 100 കാണുന്നു. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 40,000 എന്ന് ഇവിടെ പ്രൊഡക്റ്റ് വേരിയബിൾ കോസ്റ്റിന്റെ കിട്ടും. ഓക്കെ, അത് നിങ്ങളെ ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണെങ്കിൽ തന്നെ, അതായത് പ്രൊഡക്റ്റ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് എഞ്ചിനീയറിംഗ് ഡിവിഷൻ, എഞ്ചിനീയറിംഗ് ഡിവിഷന്റെ വേരിയബിൾ കോസ്റ്റ് ആണ്, പ്രൊഡക്റ്റ് വേരിയബിൾ കോസ്റ്റ് ആണ്. ഇനി ട്രാൻസ്ഫേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മളിവിടെ എഞ്ചിനീയറിംഗിൽ നിന്നും അസംബ്ലിയിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ അസംബ്ലിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഈ അസംബ്ലി ഡിവിഷൻ എന്തുണ്ടാവും? കോസ്റ്റ് ഉണ്ടാവും. അസംബ്ലി ഡിവിഷൻ എഞ്ചിനീയറിംഗ് ഡിവിഷന് കോസ്റ്റ് കൊടുക്കും, പൈസ കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ ഇത് കോസ്റ്റ് ആണ്, എഞ്ചിനീയറിംഗിൽ അതെന്താണ്? റവന്യൂ ആണ്. അപ്പൊ ട്രാൻസ്ഫേർഡ് കോസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ കാണിക്കുന്നത് ഇവിടെയാണ് കാണിക്കുക. എത്രയാണോ ഇവിടെ നമുക്ക് കിട്ടുന്നത് അതിവിടെ നമ്മൾ ട്രാൻസ്ഫേർഡ് കോസ്റ്റ് എന്ന് പറഞ്ഞ് കാണിക്കും. അത് നമ്മൾ ലാസ്റ്റ് ഈ ഒരു കോസ്റ്റ് മൊത്തം കൊടുത്തതിന് ശേഷം കാണിക്കാം. ഇനി അടുത്ത വരുന്നത് ഡിവിഷൻ വേരിയബിൾ കോസ്റ്റ് ആണ്. ഡിവിഷൻ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടിന്റെയും ഡിവിഷന്റെ വേരിയബിൾ കോസ്റ്റ് ആണ് നമ്മൾ കാണിക്കുന്നത്. അതായത് ഇവിടെ ഡിവിഷൻ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് വെരിഫിക്കേഷൻ ഓഫ് കമ്പനീസ് റെക്കോർഡ് റിവീൽ ദാറ്റ് ദി വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ദി പ്രൊഡക്റ്റ് ഫോർ എഞ്ചിനീയറിംഗ് ആൻഡ് അസംബ്ലി രണ്ടിന്റെയും വേരിയബിൾ കോസ്റ്റ് വരുന്നത് 250 and 300 ആണ്.
250 into 100 വരും ഡിവിഷൻ വേരിയബിൾ കോസ്റ്റ്. 250 into 100 അതായത് 100 യൂണിറ്റ് ആണ് വരുന്നത്. അപ്പൊ ഇവിടെ 25,000 യൂണിറ്റ് വരും. ഇനി അസംബ്ലിന്റെ ആകുമ്പോൾ 300 ആണ് തന്നത്. 300 into 100 എത്ര വരും? 30,000 എന്ന് വരും ഡിവിഷൻ വേരിയബിൾ കോസ്റ്റ്. ഡിവിഷൻ വേരിയബിൾ കോസ്റ്റ് എത്ര കിട്ടും? 30,000 എന്ന് കിട്ടും. ഇനി ഡിവിഷൻ ഫിക്സഡ് കോസ്റ്റ് ആണ്. ഡിവിഷൻ ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട് ക്വസ്റ്റനില്. ദി ഫിക്സഡ് കോസ്റ്റ് ഓഫ് എഞ്ചിനീയറിംഗ് ഡിവിഷൻ എത്രയാണ്? 15,000 ആണെന്ന് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. ദെൻ ദാറ്റ് ഓഫ് അസംബ്ലി ഡിവിഷൻ എത്രയാണ്? 10,000 ആണെന്ന് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. അസംബ്ലി ഡിവിഷന്റെ എത്രയാണ്? 10,000 ആണ്. ഓക്കെ. then ഇവിടെ ടോട്ടൽ എക്സ്പെൻസ്. ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇതിൽ ട്രാൻസ്ഫർ കോസ്റ്റ് ഉണ്ടാവില്ല, ഇതിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ടോട്ടൽ എക്സ്പെൻസ് നമുക്ക് കിട്ടും. അതായത് 40,000ഉം ഇവിടെ എത്ര വരുന്നു? 40,000 എത്ര വരും? 80,000 എന്ന് കിട്ടും. അപ്പൊ ടോട്ടൽ എക്സ്പെൻസ് എഞ്ചിനീയറിംഗിന്റെ എത്ര കിട്ടും? 80,000 എന്ന് കിട്ടും. ഇനി ഇവിടെ റവന്യൂ നമുക്ക് കണ്ടെത്താം. 150% ഓഫ് കോസ്റ്റ് ആണ്. 80,000ന്റെ 150% നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 80,000ന്റെ 150% കണ്ടു കഴിഞ്ഞാൽ 1,20,000 എന്ന് കിട്ടും. 80,000ന്റെ 150% ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പൊ 1,20,000 എന്ന് കിട്ടും. അപ്പൊ ഈ 1,20,000 ആണ് ഇതിന്റെ റവന്യൂ വരുന്നത്. ഇനി ഈ എഞ്ചിനീയറിംഗ് അസംബ്ലിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അസംബ്ലി എന്ത് ചെയ്യുന്നുണ്ട്? അസംബ്ലി ഡിവിഷൻ എഞ്ചിനീയറിംഗിൽ ഏത് ട്രാൻസ്ഫേർഡ് കോസ്റ്റ് ആയിട്ട് കൊടുക്കണം. അപ്പൊ ഇവിടെ കോസ്റ്റില് ട്രാൻസ്ഫേർഡ് കോസ്റ്റിൽ എത്ര വരും? 1,20,000. ഈ എമൗണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് വരും. ഓക്കെ. ട്രാൻസ്ഫേർഡ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു എമൗണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യും? അതിലേക്ക് വരും. ഇനി പ്രൊഡക്റ്റ് വേരിയബിൾ കോസ്റ്റ് ഇവിടെ വരുന്നില്ല. അപ്പൊ ഇതിനെ നമ്മൾ ടോട്ടൽ ചെയ്യുന്നു. 1,20,000ഉം 30,000ഉം 1,50,000 ദെൻ 1,60,000 എന്ന് ഇവിടെ ടോട്ടൽ എന്ത് കിട്ടും? കോസ്റ്റ് കിട്ടും. ഓക്കെ അല്ലെ? ഇനി ഇവിടെ അസംബ്ലി ഡിവിഷന്റെ റവന്യൂ കാണാൻ നിങ്ങളെ ക്വസ്റ്റനിൽ പറയുന്നുണ്ട്. ദി പ്രൊഡക്റ്റ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് എഞ്ചിനീയറിംഗ് ഡിവിഷൻ 400 ആൻഡ് ദി ടോട്ടൽ ഔട്ട്പുട്ട് ഇസ് 100 യൂണിറ്റ് വിച്ച് ആർ സോൾഡ് ടു കസ്റ്റമർ ഓൺ കംപ്ലീഷൻ. അപ്പൊ ഇവിടെ അസംബ്ലി ഡിവിഷനിൽ എന്ത് ചെയ്യുന്നു? ഇത് കസ്റ്റമർക്ക് സെയിൽ ചെയ്യുന്നുണ്ട്. എത്രയൊക്കെയാണ്? 2,000 പെർ യൂണിറ്റിനാണ്. അപ്പൊ 2,000 into 100 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 2 lakh എന്ന് ടോട്ടൽ റവന്യൂ കിട്ടും. ഇനി ഇവിടെ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്ന കോളത്തിലേക്ക് നമ്മൾ മാറ്റി എഴുതുന്നു. അതായത് ഇവിടെ അസംബ്ലി ഡിവിഷനിലും സെയിൽ ചെയ്യുന്നു. അപ്പൊ നമുക്ക് ടോട്ടൽ റവന്യൂ കിട്ടുന്നത് എത്രയാണ്? 2 lakh ആണ് ടോട്ടൽ റവന്യൂ കിട്ടുന്നത്. ഇനി ഇവിടെ എക്സ്പെൻസുകൾ ഓരോന്നും ഇവിടെ 40,000 ആണ് വരുന്നത്. ടോട്ടല് 40,000. ഇനി ട്രാൻസ്ഫേർഡ് കോസ്റ്റ് എന്നുള്ളത് നമ്മളിവിടെ കാണിക്കുന്നില്ല. ഡിവിഷൻസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാണ്? കൈമാറ്റം ചെയ്യുന്നതാണ്. ഇനി ഇവിടെ ഡിവിഷൻ വേരിയബിൾ കോസ്റ്റ് 25,000ഉം അതേപോലെ 30,000ഉം ആണ്. അതായത് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 55,000 കിട്ടും. ഇനി ഇവിടെ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 25,000 കിട്ടും. ഓക്കെ. ഇനി ഇവിടെ നമ്മൾ എക്സ്പെൻസുകളെ ടോട്ടൽ ചെയ്യുന്നു. ടോട്ടൽ എക്സ്പെൻസ് അതായത് ഇവിടെ എത്ര വരും? 40,000ഉം 55,000ഉം അപ്പൊ എത്ര കിട്ടും? 1 lakh പ്ലസ് 25,000 1,20,000 എന്ന് കിട്ടും. അപ്പൊ 2 lakhൽ നിന്നും 1,20,000നെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്ര കിട്ടും? 80,000 എന്ന് കിട്ടും. ഇനി 2 lakhൽ നിന്നും 1,60,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 40,000 എന്ന് കിട്ടും. ഇനി ഇവിടെ 1,20,000 നിന്നും 80,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 40,000 എന്ന് കിട്ടും. അപ്പൊ ടോട്ടല് 40,000ഉം ടോട്ടൽ എന്ത് വരും? 80,000 എന്ന് കിട്ടും. അപ്പൊ ഇത്തരത്തിലാണ് ഇതിനെ വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എഞ്ചിനീയറിംഗ് ഡിവിഷനിൽ നിന്നും അസംബ്ലി ഡിവിഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഇവിടെ ഇത് വരുന്നത്. അപ്പോൾ അസംബ്ലി ഡിവിഷനിൽ നിന്നും അവർക്ക് കൊടുക്കുന്നതാണ് ഈ ഒരു എമൗണ്ട് റവന്യൂ ആയിട്ട് നമ്മൾ എഞ്ചിനീയറിംഗിൽ കാണിക്കുന്നത്. അവസാനം സെയിൽ ചെയ്യുന്നത് ഇവിടെ നിന്നാണ് അസംബ്ലി ഡിവിഷനിൽ നിന്ന് 2 lakhന്. അതുകൊണ്ടാണ് ഇവിടെ 2 lakh ഇങ്ക് നമ്മൾ കാണിച്ചത്. അതേപോലെ തന്നെ ഈ ട്രാൻസ്ഫേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗിലേക്ക് കൊടുക്കുന്നതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ആ എക്സ്പെൻസിലേക്ക് കൊടുത്തിട്ടില്ല. ഓക്കെ. അപ്പൊ ഇത്തരത്തിലാണ് നമ്മൾ ഇതിനെ വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. ഇപ്പൊ 2 ഡിവിഷനാണ്, എഞ്ചിനീയറിംഗ് ഡിവിഷനും അസംബ്ലി ഡിവിഷനും. ഓക്കെ അല്ലെ? ഇപ്പൊ റവന്യൂ എന്ന് പറയുന്ന പാർട്ട് കൊടുത്തു, എക്സ്പെൻസ് എന്ന് പറയുന്ന പാർട്ട് കൊടുത്തു, പിന്നെ നമ്മുടെ ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന എക്സ്പെൻസുകളെ ഓരോന്നും കൊടുത്തതാണ്. ഓക്കെ അല്ലെ? അപ്പൊ ഇവിടെ നമ്മുടെ ക്വസ്റ്റനിൽ പറഞ്ഞത് ഓപ്പറേറ്റിംഗ് ഇൻകം, ടോട്ടൽ ഓപ്പറേറ്റിംഗ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അത് നമുക്ക് കിട്ടി എത്രയാണ്? 80,000 ആണ്. അപ്പൊ ഇത്തരത്തിലാണ് ഇതിനെ വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. ജസ്റ്റ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. വീണ്ടും കാണാം. താങ്ക് യു.